പ്രധാനമന്ത്രിയുടെ മറുപടി ഈ കാര്യം പറഞ്ഞുകൊണ്ട് മേലാൽ ഇങ്ങോട്ട് വരരുത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് ആരും സംസാരിക്കുന്നില്ല. അത് മനഃപൂർവ്വം നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പൊളിച്ചു കളയണമെന്ന് പറയാൻ, പാർലമെന്റിൽ അവതരിപ്പിക്കാൻ, പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു MP നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടോ? അതൊരു രാഷ്ട്രീയ കളിക്കല് തന്നെയല്ലേ വിജയം കാണിക്കുന്നത്. അല്ല, അവർക്കിപ്പോ കേരളം നശിച്ചു പോയ എന്താ? പക്ഷെ വയനാട് ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാണിംഗ് ആണ്. 1924 മുല്ലപ്പെരിയാർ ഡാം ഭാഗികമായി തകർന്നതാണ്. മൂന്നാറൊക്കെ പോകുമ്പോ വൻ മലകൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു മലയായിരുന്നു കരിന്തിരി മല. ഞാൻ പറയുന്നതല്ല പ്രജിത, അണ്ണാമല എന്നോട് പറഞ്ഞത് ടണൽ വഴി വെള്ളം കൊടുക്കും. ഇതൊക്കെ ഈ ശ്രീധരനെ പോലെയുള്ള ഒരു പ്രമുഖനായ എഞ്ചിനീയർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സകല ആൾക്കാരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, മുല്ലപ്പെരിയാർ ഡാമില് സുർക്കിയില്ല. അവരൊരു 136 അടിക്ക് താഴെ ജലനിരപ്പ് കുറയ്ക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. കർണാടകയും കേരളവും തമ്മിൽ ഒരു ഡാം പണിയാൻ പോകുന്നു. എന്ത് തരം ജനങ്ങളാണ് കേരളത്തിൽ നിന്നാണ് മുൻ പ്രധാനമന്ത്രി ശ്രീ ദേവഗൌഡാജി പറഞ്ഞത്. അപ്പൊ ഞാൻ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇപ്പം ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്. ഈ 4.1 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഒരു ഭൂകമ്പം ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിസിനിറ്റി വന്നാൽ എന്ത് സംഭവിക്കും? തമിഴ്നാട്ടിന്റെ വെള്ളമല്ല എൻ്റെ മനസ്സിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവനാണ്. ഡാം നിർവീര്യമാക്കുക, അതായത് ചുരുക്കി പറഞ്ഞാൽ പൊളിച്ചു കളയാം. മുല്ലപ്പെരിയാർ ഡാമാണ് വിഷയം എന്നുള്ളത് എല്ലാവർക്കും സാറിനെ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും സാർ. പക്ഷേ വളരെ സീരിയസ് ആയിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പറയുന്ന കുറെ കാലമായിട്ട് കേൾക്കുകയാണ്. ഈ കേൾക്കുന്നതല്ലാതെ ഇത് ഇതുവരെ പൊട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ ഓഫ് റെക്കോർഡ് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഡാമിന് താഴെ കെമിക്കൽ ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ വലിയൊരു പ്രളയം ഉണ്ടാവുക മാത്രമല്ല, അതിനെ തുടർന്നുണ്ടാകുന്ന മറ്റു ഭവിഷ്യത്തുകൾ കൂടിയുണ്ട്. പൂർണ്ണമായിട്ട് ഒരു തരിശ് ഭൂമിയായിട്ട് കേരളം ഒട്ടാകെ മാറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ മനസ്സിലായിട്ടും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഒരു ചൂടുമില്ല എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് സർ? 62 വർഷമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ്. 62 വർഷം മുമ്പ് എന്താണോ പറഞ്ഞത് അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കൊല്ലവും വർഷം പിടിക്കുമ്പോ ഇവര് പറയും, വർഷം കഴിയുമ്പോ മിണ്ടാതിരിക്കും. അല്ലാണ്ട് പോസിറ്റീവായിട്ടൊരു സ്റ്റെപ്സ് എടുത്ത് ഈ ഡാമിന്റെ ഡീകമ്മീഷന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, കേസ് മര്യാദക്ക് നടത്തുന്നില്ല. ഇപ്പൊ തന്നെ പറയുന്നത് എന്താണ്, ഏതോ ഒരു പ്രതിനിധിയെ ഏതോ ഒരു കമ്മിറ്റിയിൽ നിന്ന് മാറ്റി കളഞ്ഞു. അതാണോ ഇത് വിഷയം? അതാണ് വിഷയം. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളതല്ലേ വിഷയം. ഏത് മെമ്പറായ എന്താ കുഴപ്പം? നമ്മുടെ ഒരു പ്രതിനിധി ഉണ്ടായല്ലോ, ജസ്റ്റിസ് KT തോമസ്. എന്ത് പ്രയോജനം ഉണ്ടായി നമുക്ക് കേരളത്തിന്? അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഞാൻ കേരളത്തിന്റെ പ്രതിനിധിയല്ല എന്നാണ്. അപ്പൊ ഈ ആളാരാണെന്നുള്ളതൊരു പ്രശ്നമല്ല. ആള് സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും നിഷ്പക്ഷമായിട്ടും കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ UP കാരനായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാർ, ഈ പറയുന്ന പോലെ ഡീൻ കുര്യാക്കോസ് MP ഉണ്ടല്ലോ, അദ്ദേഹവും ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് ഈ പുതിയൊരു ഡാമിന് സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട്, ആ നിലപാടിനോട് യോജിക്കാനൊന്നും കഴിയില്ല, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഡീൻ കുര്യാക്കോസ് MPയുടെ പ്രതികരണം. ഇത്തരത്തിൽ തന്നെയാണ് എല്ലാവരുടെയും പ്രതികരണം. പക്ഷേ അവിടുത്തുകാരുടെ പ്രതികരണം എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനിൽ ഭയമുള്ള ആളുകളുടെ പ്രതികരണമായിട്ട് നമുക്ക് തോന്നും. വളരെ വൈകാരികമായിട്ടാണ് പലപ്പോഴും തമിഴ്നാട് ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ആ വൈകാരികത ഇല്ലാത്തതാണോ, അതോ ജനങ്ങൾക്കാണോ ഈ വൈകാരികത ഇല്ലാത്തത്, അതോ രാഷ്ട്രീയക്കാർക്കാണോ? തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജനങ്ങൾ തീരുമാനിക്കുന്നത് അതാണ് അവിടുത്തെ രാഷ്ട്രീയക്കാർ നടപ്പിലാക്കുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ എന്താണ് രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നത് ആ ഭാഗത്ത് ജനങ്ങൾ സ്വന്തം പാർട്ടി നോക്കി നിൽക്കുകയാണ്. അവിടെ പാർട്ടിയൊന്നുമില്ല. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഒരു പാർട്ടിയും ഇല്ല. ജനങ്ങൾക്ക് കാലാകാലങ്ങളിൽ എന്താണ് ആ നാടിന് ആവശ്യം എന്നുള്ളത് അവർ പറയും, അത് രാഷ്ട്രീയക്കാരുടെ അഭിപ്രായമായിട്ട് പുറത്തു വരികയും ചെയ്യും. അതാ നടക്കണം. ഇപ്പൊ തന്നെ വിജയ് എന്ത് പഠിച്ചിട്ടാണ് കയറിയുള്ളൂ? അപ്പൊ തന്നെ 152ലേക്ക് ജലനിരപ്പ് കൂട്ടാനാണ് പോണത്. എന്ത് പഠിച്ചിട്ടോ? ഒന്നും പഠിച്ചിട്ടില്ല. ജനങ്ങളുടെ വികാരം എന്താണോ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇവിടെ അങ്ങനല്ല, നേരെ റിവേഴ്സ് ആണ്. അതൊരു രാഷ്ട്രീയ കളിക്കല് തന്നെയല്ലേ വിജയം കാണിക്കുന്നത്. അല്ല, അവർക്കിപ്പോ കേരളം നശിച്ചു പോയ എന്താ? കേരളത്തെ മൊത്തത്തിൽ തന്നെ തമിഴ്നാട്ടിന്റെ ഒരു ജില്ലയാക്കി മാറ്റാം. വാട്ടർ റിസോഴ്സസ് മുഴുവനും എടുക്കാം. തമിഴ്നാടിന് അതല്ലേ നല്ലത്. ഈ ജനങ്ങളെ വെച്ചോണ്ട്, ഈ വിഡ്ഢികളെ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യം എന്തോ തമിഴ്നാടിന്? ഈ കേരളത്തിലെ 4 കോടി ജനങ്ങളും പോയി എന്ന് വിചാരിച്ചോണ്ട് എന്താ കുഴപ്പം?
എന്താ കുഴപ്പം? വയസ്സായ ആൾക്കാരുടെ തലക്കുന്തൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്ത് കൊല്ലുന്ന ഒരു നാടാ അത്. അതെ. ആ, മനസ്സിലായ? അപ്പൊ അവർക്കൊക്കെ അത്രയേ ഉള്ളൂ. കേരളത്തിലെ ഞാനും പ്രജിതയും ഈ നാട്ടുകാരും ഒന്നും ഒരു വിഷയമല്ല. ഇവരങ്ങോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ വാട്ടർ റിസോഴ്സസ് അവർക്ക് എടുക്കാം. കേരളം തമിഴ്നാടിന്റെ ഒരു ജില്ലയാവുകയും ചെയ്യും. ഈ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ആർജവമായി ഇടപെടാൻ ഒരു ഭയം? അത് ഈ പോക്കറ്റിൽ കനം കൂടുന്നത് കൊണ്ടേ തല കുനിഞ്ഞു പോണതാ. സർ, ഇതൊരു വെയിറ്റ് കൂടുമ്പോ തല കുനിഞ്ഞു പോകും. അല്ല സർ, ഇങ്ങനെ ഒരു ആരോപണം അതിപ്പോ രാഷ്ട്രീയപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും പറയുന്നതായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉണ്ട്, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് വെക്കാൻ നമുക്ക് മുന്നിൽ എന്താണ് ആധാരം? അതാണ് നമുക്ക് ഒരു സാധാരണ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ മതി. എന്തുകൊണ്ട് ഇവിടത്തെ 20 എംപിമാരും പാർലമെന്റിൽ പോയിട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയാത്തത്? അവര് പറയുന്നത് തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ എന്ന് പറയുന്നുണ്ട്. ഈ ഡാം 130 വർഷം പഴക്കമായി. ഇത് പഴയതായി. നമ്മളൊരു പഴയ കാർന്ന് വെച്ചാൽ മാറ്റി ഒരു പുതിയത് മേടിക്കും. പഴയ വീട് പൊളിച്ച് പുതിയ വീട് പണിയും. എല്ലാ പഴയതും മാറ്റി പുതിയതാക്കും. ഇതിന് മാത്രം എന്താ പ്രശ്നം? ഇവരെന്താണ് പാർലമെന്റിൽ 20 എംപിമാര് പോയി ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയാത്തത്? അങ്ങനെ ഒരു കേസ് കേരളം കൊടുക്കാത്തത് എന്താണ്? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇവർക്ക് എന്തോ ഹിഡൻ അജണ്ട ഉണ്ടെന്ന് ജനങ്ങൾക്ക്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, ഇപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, തമിഴ്നാട്ടിലൊക്കെ ഏതൊരു വിഷയം വന്നാലും അവർ വളരെ വൈകാരികമായിട്ടാണ് ഇടപെടുന്നതും അവർക്ക് അനുകൂലമായിട്ടാണ് പലപ്പോഴും സ്റ്റേറ്റ് അത് ചെയ്യുന്നതും. പക്ഷെ നമ്മുടെ നാട്ടില് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പോലും ഇതിനെക്കുറിച്ചൊരു എന്താ പറയാ, ഒരു ധാരണയില്ലാതെ അതവിടെ ഡാമല്ലേ, ഡാം അടുത്തുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നൊക്കെ പറയും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പക്ഷെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, എത്രയോ തവണ എത്രയോ കാലമായിട്ട് പറയുകയാണ്. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വയനാട് ദുരന്തത്തെക്കാളൊക്കെ വലിയ ദുരന്തമായിരിക്കില്ലേ ഉണ്ടാവുക? ഇത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? വയനാട് ദുരന്തവും മുല്ലപ്പെരിയാർ ഡാം ട്രാജഡി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വയനാട് ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാണിംഗ് ആണ്. അതായത് ഭീമാകാരങ്ങളായ കല്ലുകളെല്ലാം കിലോമീറ്റർ അകലേക്ക് തെറിപ്പിക്കാൻ കഴിഞ്ഞ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഈ ഡാം തകർന്നതാ ഒരു പ്രാവശ്യം. 1924 മുല്ലപ്പെരിയാർ ഡാം ഭാഗികമായി തകർന്നതാണ്. അന്ന് കരിന്തിരി മല, നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ വൻ മലകൾ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു മലയായിരുന്നു കരിന്തിരി മല. അത് കാണാതെയായി. അപ്പോ മുല്ലപ്പെരിയാർ ഡാം ഭാഗികമായി തകർന്നപ്പോ ഒരു മല കാണാതായി എന്ന് പറയുമ്പോൾ അതിന്റെ ഫോഴ്സ് എന്താണ്? വെള്ളത്തിന്റെ. ആൾക്കാരുടെ വിചാരം വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതെന്നാ. വെള്ളമല്ല ഒഴുകി വരുന്നത്, കല്ലും മണ്ണും ചെളിയും ആനയും വണ്ടിയും സകല കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും ഡാമിന്റെ അവശിഷ്ടങ്ങളും എല്ലാം ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞാ വരുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിൽ 50ഓളം ഡാമുകൾ തകർന്നിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാങ്കിയ ഡാം അടക്കം 1975 തകർന്നാണ്. ആ തകർച്ചയുടെ കാഴ്ചകൾ നോക്കിയാൽ മതി, മനസ്സിലാവും. അത് സിമ്പിളാണ്. ഇപ്പോ ഇത് ഇങ്ങനെ ഒരു വലിയ വിഷയമാകുന്നു. സാറ് പറഞ്ഞു രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിൽ പണം നിറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള. ഇത് ഞാൻ പറയുന്നതല്ല പ്രജിത, ഇത് തമിഴന്മാര് തന്നെ പറയുന്നതാണ്. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തി ശ്രീ അണ്ണാമലയാണ്. തമിഴ്നാട് മുൻ BJP ഘടക പ്രസിഡന്റ് ആയിരുന്ന അണ്ണാമല എന്നോട് പറഞ്ഞത് ഇതൊരു നെക്സസ് ബിറ്റ്വീൻ ദ പൊളിറ്റീഷ്യൻസ് ഓഫ് കേരള ആൻഡ് പൊളിറ്റീഷ്യൻസ് ഓഫ് തമിഴ്നാട് എന്നാണ് പറഞ്ഞത്. തമിഴ്നാട്ടിലെ എല്ലാവർക്കും അറിയാത് ഈ അൺഹോളി നെക്സസ്. ഇത് ആർക്കും അറിയാൻ പാടില്ലാത്ത എല്ലാവർക്കും അറിയാം. സാർ, ഈ പറയുന്നത് വലിയൊരു സ്റ്റേറ്റ്മെന്റാണ്. കാരണം അങ്ങനെയാണെങ്കിൽ തമിഴ്നാടിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ജനതയെ ചതിക്കുന്നു എന്നുള്ളതാണ്. എന്ന് റസൽ ജോയി അല്ല പറയണത്, അണ്ണാമലൈ പറഞ്ഞതുപോലെ തന്നെ ജയലളിതയും പറഞ്ഞിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണല്ലോ അണ്ണാമലൈ, പ്രതിപക്ഷത്തിരിക്കുന്ന ആളല്ലേ. അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിത പറഞ്ഞിട്ടില്ലേ? ഇവിടെ മുല്ലപ്പെരിയാർ സമരം അങ്ങോട്ട് മൂർച്ഛിച്ചു വന്ന് ജനങ്ങളെല്ലാം കൂടി ആ സമരത്തിൽ പങ്കെടുത്ത് അവിടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ആ സമരത്തിൽ പങ്കെടുക്കാതെ നിവൃത്തിയില്ല എന്ന് വന്ന്. അപ്പൊ ജയലളിത അവിടെ അത് അങ്ങനെ പറഞ്ഞ് ആരൊക്കെ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആരെയും കണ്ടില്ല. അപ്പോഴാണ് ടണൽ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അവിടെ വന്നത്. അതെ, ഈ ശ്രീധരൻ അദ്ദേഹം പറഞ്ഞൊരു പോം വഴിയാണ് ടണൽ വഴി വെള്ളം കൊടുക്കുക. ഇതൊക്കെ പോസിബിൾ ആണോ?
ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വേണ്ടത് അതല്ല. തമിഴ്നാട്ടിന്റെ വെള്ളമല്ല എൻ്റെ മനസ്സിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവനാണ്. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളത് ഡീകമ്മീഷനാണ്. ഈ ഡാം നിർവീര്യമാക്കുക, അതായത് ചുരുക്കി പറഞ്ഞാൽ പൊളിച്ചു കളയുക. ഇതാണ് എൻ്റെ ആവശ്യം. പിന്നെ ഇപ്പൊ പ്രജിത ചോദിച്ചുകൊണ്ട് പറയാണ്, ഈ ശ്രീധരനെ പോലെയുള്ള ഒരു പ്രമുഖനായ എഞ്ചിനീയർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തോട് കേരളിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പഠിച്ചിട്ട് പറയാന്നാണ്. ഞങ്ങൾ വക്കീലന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും പഠിച്ചിട്ട് പറയാന്ന് പറയുന്നത്. കാരണം ഓരോ കേസും പഠിക്കാതെ നടത്താൻ ഒരു വക്കീലിന് സാധിക്കില്ല. എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, ആ പെർട്ടിക്കുലർ കേസ് വ്യക്തമായിട്ട് പഠിക്കാണ്ട് ഒരു വക്കീലിന് കേസ് നടത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പഠിച്ചിട്ട് പറയാം കേരളിനെ പറ്റി അഭിപ്രായം എന്നുള്ളത് ശ്രീധരൻ പറഞ്ഞപ്പോ സന്തോഷമായി. അങ്ങനെയാ വേണ്ടത്. പക്ഷെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അദ്ദേഹത്തിന് പഠിക്കണ്ടേ? അതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പഠിക്കണ്ടേ? സീസ്മോളജിക്കൽ സ്റ്റെബിലിറ്റി പഠിക്കണ്ടേ? ഇതൊന്നും പഠിക്കാണ്ട് വെറുതെ പാലക്കാട്ടിരുന്ന് ചുമ്മാ അഭിപ്രായം പറയാണ്, ടണൽ ഉണ്ടാക്കണമെന്ന് പറയാണ്. അദ്ദേഹവും സകല ആൾക്കാരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, മുല്ലപ്പെരിയാർ ഡാമില് സുർക്കിയില്ല. സുർക്കിയൊക്കെ 130 കൊല്ലം കൊണ്ട് ഒലിച്ചു പോയി തീർന്നു. അപ്പൊ അവിടെ ഒരു റീപ്ലേസ്മെന്റ് നടക്കുമല്ലോ. ആ സുർക്കിക്ക് പകരം അവിടെ എന്തെങ്കിലും കയറി വരുമല്ലോ. പ്രധാനമായും കയറി വരുന്നത് ചെളിയും വെള്ളവുമാണ്. ആ ചെളിയുടെയും വെള്ളത്തിന്റെയും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്. ഈ ജലനിരപ്പ് അങ്ങോട്ട് കുറച്ചാൽ ഡാം അപ്പം തന്നെ വീഴും. അതുകൊണ്ടാണ് തമിഴ്നാട് ഒരു കാരണവശാലും ജലനിരപ്പ് കുറയ്ക്കില്ല എന്ന് പറയണ്ടേ. അവരൊരു 136 അടിക്ക് താഴെ ജലനിരപ്പ് കുറയ്ക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. കാരണം ജലനിരപ്പ് കുറഞ്ഞാൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോകും, ഡാം മറിഞ്ഞു വീഴും. അപ്പൊ ഒരു പർട്ടിക്കുലർ ലെവലിൽ വെള്ളം അവിടെ വേണം. അവിടെ കൊണ്ടുവന്ന് ഇദ്ദേഹം പറയണ പോലെ 50 അടിക്ക് ടണൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ടണൽ ഉണ്ടാക്കണ ഈ വെള്ളത്തിന്റെ ജലനിരപ്പ് താഴൂലേ? പിന്നെ ഡാം ഉണ്ടാവോ? ഡാം ഞാൻ പറഞ്ഞ ഡീകമ്മീഷൻ നമ്മളെ കൊലക്ക് കൊടുത്തോണ്ട് നടക്കും. അതാ ഉണ്ടാവാൻ പോണത്. മറിച്ചത് ടണൽ ഉണ്ടാക്കുക. ടണല് ഈ കടലിൽ ഒക്കെ ടണൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരറ്റം കരയിലായിരിക്കും. വെള്ളത്തിൽ എങ്ങനെയാണ് ടണൽ ഉണ്ടാക്കുന്നത്? പറ്റില്ല അത്. പിന്നെ ഇദ്ദേഹം വിചാരിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ റിസർവോയർ ഏരിയ ഫ്ലാറ്റ് ആണെന്നാണ്. അല്ല, അവിടെ കുന്നും മലകളുമാണ്. ഒരു ടണൽ ഇനി എങ്ങനെയെങ്കിലും ഒരു ടണൽ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു കുഴിയിലെ വെള്ളം അങ്ങോട്ട് പോകും, ബാക്കിയുള്ള കുഴിയിലെ വെള്ളം അവിടെ കിടക്കും. ഇതിനേക്കാളും എളുപ്പം ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാത്ത ഞാൻ പറയട്ടെ, ഒരു മോട്ടർ വെച്ച് അങ്ങ് അടിച്ചു കൊടുത്താൽ പോരെ. ഇതൊന്നും വേണ്ടല്ലോ. വെറുതെ ഇപ്പോഴാണെങ്കിൽ ചൈനക്കാർ ഉണ്ടാക്കുന്നുണ്ട് അത്തരം ഹെവി വാട്ടർ മോട്ടറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ചങ്ങ് അടിച്ചു കൊടുത്താൽ പോരെ. ഇനി അടിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക, ഈ പറയുന്ന 5 ജില്ലകളില് 4 ജില്ലയിൽ നാഷണൽ ആവറേജിനേക്കാൾ മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെയും പ്രളയം ഉണ്ടാവാറുണ്ട്. അവർക്ക് ആ പ്രളയജലം തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റണില്ല. മനസ്സിലായി? നമ്മുടെ ഇവിടുത്തെ ഭൂപ്രകൃതി അല്ല തമിഴ്നാട്ടിലെ, ഫ്ലാറ്റാണ്. അവർക്ക് പ്രളയജലം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ മഴക്കാലത്ത് ഈ ടണലും വെച്ച് അങ്ങോട്ട് വരുന്ന വെള്ളം അവരെവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും? അങ്ങനെ ഒരു നടക്കാത്ത കാര്യം ഈ ശ്രീധരനെ പോലെയുള്ള ഒരു വലിയ ആള് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അൺസയന്റിഫിക് ആണ് ആബ്സല്യൂട്ട്ലി. അദ്ദേഹം സ്ഥലത്ത് പോയി കൃത്യമായി പഠിച്ചിട്ട് പറയണമായിരുന്നു എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സർ, അതുപോലെ തന്നെ കർണാടകയും കേരളവും തമ്മിൽ ഒരു ഡാം പണിയാൻ പോകുന്നു. ഒരു പക്ഷേ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാകുമെന്നുള്ള രീതിയിൽ ഇപ്പോ 2 ദിവസങ്ങളായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. മെക്കാദാട്ടു ഡാം എന്ന് പറഞ്ഞിട്ട്. ഇത് അതായത് കർണാടക കേരള ബോർഡർ അതുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ ഈ ഡാം വരുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രശ്നത്തിന് എങ്ങനെയാണ് അതൊരു പരിഹാരമാകുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? ഞാൻ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡാജിയായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. മെക്കാഡാട്ടു ഡാമിനെ കുറിച്ചല്ല, മുല്ലപ്പെരിയാർ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? എന്ത് ജനങ്ങളാ നിങ്ങളുടെ നാട്ടിൽ നിന്നാണ്, എന്ത് തരം ജനങ്ങളാണ് കേരളത്തിൽ നിന്നാണ് മുൻ പ്രധാനമന്ത്രി ശ്രീ ദേവഗൌഡാജി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു നമ്മുടെ ഇപ്പൊ ഞാൻ സുപ്രീം കോടതിയിൽ പോയിട്ട്
ഇപ്പം ഒരു ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്. ഉം. ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ തമിഴ്നാട് പറയണം എന്ന് പറഞ്ഞിട്ടാ. പൊളിച്ചു കളയണമെന്നുള്ള അവിടം വരെ കോടതി എത്തി. കളയാതിരിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനാണ് തമിഴ്നാടിനോട് പറഞ്ഞിരിക്കുന്നത്. അതൊരു ശ്രദ്ധേയമായ ഉത്തരവാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് അറിയാം. അതുകൊണ്ട് ഈ ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്യാം. ഇത് ഈ കേസിലേക്ക് ശ്രദ്ധ വരാതെ ബെക്കാഡാട്ടു ഡാമിന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് ശ്രദ്ധ ജനങ്ങളുടെ കൊണ്ടുപോവുക. അങ്ങനെ ഈ വർഷം കഴിച്ചു കൂട്ടുക. ഡാം തകർന്നില്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം. സാർ, ഈ പറഞ്ഞ ടോപ്പിക്ക് ആരും സംസാരിക്കുന്നില്ല. അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് മനഃപൂർവ്വം നമ്മുടെ ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാർ കാര്യം പറയുമ്പോൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രശ്നം പറഞ്ഞു കേൾക്കുമ്പോൾ, അതായത് മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും എന്നുള്ളതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതേസമയം ഈ ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ തന്നെ പൊട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇറങ്ങി വരാറുണ്ട്. ഈ ഒരു പൊട്ടുമെന്നുള്ള വിഷയം മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പൊട്ടില്ല, ഇതൊക്കെ പറയുന്നവര് മറ്റു താല്പര്യങ്ങളുടെ പുറത്താണ് പറയുന്നത് എന്നുള്ള ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടും വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കമന്റ്സ് അല്ലെങ്കിൽ നറേറ്റീവ്സ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, ഇതിൽ ഏതാണ് സംഭവിക്കുക എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ അമേരിക്കയിലെല്ലാം 40 വർഷം കഴിഞ്ഞാൽ ഡാംസ് ഡീകമ്മീഷൻ ചെയ്യും. ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ചെയ്യും. അവിടെ ഈ പൊട്ടില്ല എന്ന് പറയണവരുടെ ആൾക്കാരുടെ വർത്തമാനം കേൾക്കാൻ നിൽക്കൂല അവര്. എന്താണെന്നറിയോ? ഒരാളുടെ ജീവൻ അത്ര പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇപ്പൊ കേരളത്തിലെ 4 കോടി ജനങ്ങൾ പോട്ടെ, ഒരാളുടെ ജീവൻ ഒരു ഡാം മൂലം പ്രശ്നമാവുമെന്ന് കണ്ടാൽ അവർ ഡീകമ്മീഷൻ ചെയ്യും. മനസ്സിലായ? അത് തന്നെയാണ് എല്ലാ തമിഴന്മാരും മൊത്തം ചോദിക്കണേ. ഈ ദേവഗൗഡാജിയും ചോദിച്ചത് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എന്തുതരം ജനങ്ങളാണെന്ന് ചോദിക്കണതിന്റെ കാരണം അതാണ്. നമുക്ക് സേഫ്റ്റി അല്ലേ ഫസ്റ്റ്. നമ്മുടെ സുരക്ഷിതത്വത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം തമിഴിന് വെള്ളം കൊടുക്കുന്നതായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് വെള്ളമില്ലാന്ന് പറഞ്ഞാൽ അവർ ചാവൊന്നുമില്ല. തൊട്ടടുത്ത് ഇതുണ്ട്, ബംഗാൾ സീ ഉണ്ട്. ബംഗാൾ സീന്ന് എപ്പോഴാണെങ്കിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഈ പറയണ വരണ്ട് കിടക്കുന്ന സ്ഥലമൊന്നുമല്ല ഈ 4-5 ജില്ലകളും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന സ്ഥലമാണ്, പ്രളയം ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ്. എന്നിട്ട് ഇവിടുത്തെ പാണന്മാര് മുഴുവൻ പാടിക്കൊണ്ട് നടക്കണ എന്താണ്? വലിയ വരണ്ട് കിടക്കുന്ന മരുഭൂമി എന്നാണ്. ഒന്നുമല്ല. അതൊക്കെ ബ്രിട്ടീഷുകാർ അടിച്ചിറക്കിയ, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അടിച്ചിറക്കിയ ജൽപ്പനങ്ങളാണ്. നമ്മൾ ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന ജനങ്ങളായതുകൊണ്ട് ഇത് പേറിക്കൊണ്ട് നടക്കുന്നത്. ഇത് തകരൂല എന്ന് പറയണവർക്ക് 1924 തകർന്നതോ? അപ്പോ അതെന്നാണല്ലോ സർ. അതായത് 100 വർഷം മുമ്പ് തകർന്ന് ഇനി തകരൂല. അങ്ങനെയൊക്കെ പറയുന്നവരുടെ അടുത്ത് ഞാൻ മറുപടി പറയാൻ പോയ എന്റെ അവസ്ഥ എന്നാലോചിച്ച് നോക്കി. ഈ തരം ആളുകളോട് മറുപടി പറയുമ്പോ എനിക്ക് എന്റെ ഒരു ഇന്റലക്ച്വൽ ലെവൽ എന്താവും? ഒരു ബോധമില്ലാത്ത അവരെക്കാളും ബോധമില്ലാത്തവനാവും. സാർ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് രാഷ്ട്രീയക്കാരുടെ മോട്ടീവ് എന്താണ്, അവർക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് അണ്ണാമലൈ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതായിട്ട് അപ്പൊ അങ്ങ് ഇവിടെ പറഞ്ഞു. ജയലളിതയും ഒക്കെ പറഞ്ഞതായിട്ട് അങ്ങ് ഇവിടെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവരുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നത് പോലെ ഒരു ജനങ്ങൾക്കിടയിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ലല്ലോ. അത് രാഷ്ട്രീയമായ അടിമത്തം, മതപരമായ അടിമത്തം. എൻ്റെ മതനേതാവ് എന്താണോ പറയുന്നത് അത് ഞാൻ തൊണ്ട നനയാതെ വിഴുങ്ങും. എൻ്റെ രാഷ്ട്രീയ നേതാവ് എന്താണോ പറയുന്നത് അത് ഞാൻ തൊണ്ട നനയാതെ വിഴുങ്ങും. ഈ ഒരു അടിമത്തമാണ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാന ദോഷം. അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത നാടായി. യുവാക്കളൊക്കെ ഇവിടുന്ന് പോകാല്ലേ, എങ്ങനെയെങ്കിലും യൂറോപ്പിലൊരു വിസ കിട്ടി അങ്ങോട്ട് പോകും. അമേരിക്ക വിസ കിട്ടിയ പറയാനില്ല, നാട് വിടും. നമ്മുടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ളത്. ഓരോ രാജ്യങ്ങൾ പോയി സന്ദർശിച്ചു നോക്കണം. തണുത്ത് വിറച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മുടെ പിള്ളേർ പോയി ജീവിക്കണേ. ഇവിടെ എല്ലാ റിസോഴ്സസും ഉണ്ട്. ഒരു സൈഡിൽ വെസ്റ്റേൺ ഗട്ട്സ്, മറു സൈഡിൽ അറേബ്യൻ സീ, 44 നദികള്. കരിമണൽ വാരി കൊടുത്താൽ മതിയല്ലോ. നമ്മുടെ നാട്ടിലെ കരിമണൽ വാരി കൊടുത്തിട്ട് അതിന്റെ പ്രൊസീഡ്സ് ഗവൺമെന്റ് ഖജനാവിൽ വരട്ടെ. പിന്നെ കള്ള് കച്ചവടം ചെയ്തിട്ട് കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല. ലോട്ടറി വിറ്റിട്ട് കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കരിമണൽ മതി ഈ നാട് സമ്പന്നമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെ വിറ്റ് പൊതുഖജനാവിലേക്ക് ഒരു മുതൽ കൂട്ടുന്നില്ല. പിന്നെ ക്വാറീസ്
ക്വാറികളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഇത് ഇപ്പൊ 1 ഏക്കർ സ്ഥലമുള്ള ഒരാള്, അയാൾക്ക് മേലെ സ്ഥലമുണ്ട്, ഭൂമിയുടെ അന്തർഭാഗം വരെ സ്ഥലമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കുഴിച്ച് കല്ലെല്ലാം പൊട്ടിച്ച് വിറ്റ് സമ്പന്നനാവുന്നു. അത് ഗവൺമെന്റിന് ചെയ്തുകൂടെ? ഗവൺമെന്റ് ആ പണി ചെയ്തുകൂടെ? സഹിയില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണ്, പൊതുഖജനാവിൽ പണം വന്നോന്നില്ല, എന്റെ പോക്കറ്റിൽ പണം വന്നാൽ മതി. ഏത് പ്രോജക്റ്റ് കേരളത്തിൽ തുടങ്ങിയാലും ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ ആളെ തേടി നമ്മുടെ മുഖ്യമന്ത്രി നടക്കുന്നു. ആര് വരാനാണ്? ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇതല്ലേ. ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇവിടെ ഇല്ല. അത് ആദ്യം ക്രിയേറ്റ് ചെയ്യണം, അല്ലാതെ ഈ നാട് നന്നാവില്ല. ഇത്രയും റിസോഴ്സ്, അതായത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ഭൂപ്രദേശമായി മാറ്റാൻ കഴിവുള്ള സാഹചര്യങ്ങളും റിസോഴ്സസും ഈ നാട്ടിലുണ്ട്. നല്ല കാലാവസ്ഥയുണ്ട്, സൂര്യപ്രകാശമുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡാംസ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേക്കണത്? ഇപ്പൊ പൊട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ഡാംസ് ഉണ്ടാക്കി വെച്ച് 240 ട്രമേഴ്സ് ഉണ്ടായി ഈ കേരളത്തില്. ആ 240 ഭൂകമ്പങ്ങളുടെയും ഡാറ്റ കളക്ട് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വന്നത് 4.1 ആണ്. ഈ 4.1 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഒരു ഭൂകമ്പം ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിസിനിറ്റി വന്നാൽ എന്ത് സംഭവിക്കും? ഡാം തീർന്നു. അപ്പൊ ഡാം എത്ര ഇനിയിപ്പൊ ഇവരൊക്കെ പറയണ പോലെ ശക്തമായ ഡാമാന്ന് വിചാരിച്ചോ, ഭൂകമ്പം വന്നാ നിക്കോ? നിക്കില്ലല്ലോ. അപ്പൊ 240 ഭൂകമ്പം വന്നു, അതായത് 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ട് ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത്ക്വേക്സ് ആണിത്. അങ്ങനെ 240 എണ്ണം വന്നു എങ്കിൽ അത് 4.1 വരെ എത്തിയെങ്കിൽ ഇനി ഒരു 7+ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 7+ വന്നാൽ പിന്നെ കേരളം ഉണ്ടോ? ഈ വൈറ്റില പോലും ഒരു എപ്പിസെന്റർ ആണെന്ന് പറയപ്പെടുന്നു 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാക്കാനുള്ളത്. നമ്മൾ ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ ഈ ഡാമിന്റെ അടിയിലാണ് ചെയ്തു വെക്കണേ. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഏതെങ്കിലും രാജ്യത്തുണ്ടോ? തിക്ലി പോപ്പുലേറ്റഡ്, ഇത്രയും ഫാക്ടറികള്, ഇത്രയും സ്ഥാപനങ്ങള്, എയർപോർട്ട്, സദേൺ നേവൽ കമാൻഡ്, കൊച്ചിൻ ഓയിൽ റിഫൈനറി, ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഈ ഡാമിന്റെ അടിയിലാണ്. നമുക്ക് എന്ത് സേഫ്റ്റിയാ ഉള്ളത്? എങ്ങനെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും? ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അന്തമുണ്ടോ? ചിന്താശേഷി പോയി ഈ നാട്ടിലെ ജനങ്ങൾക്ക്. അത് മദ്യം കുടിച്ചിട്ടാണ് ഈ എല്ലായിടത്തും ബാറ് തുടങ്ങി മദ്യം, എല്ലാ മയക്കുമരുന്നുകളും ഇവിടെ സുലഭമാണ്. ഇനി അതെല്ലാം അടിച്ച് കിറങ്ങിയിരിക്കുന്ന ജനമായതുകൊണ്ടാണോ പ്രതികരിക്കാത്തത് സംശയമുണ്ട്. തമിഴ്നാട്ടിൽ ഞാൻ ഒരിക്കൽ പോയപ്പോ ഞാനൊരു കരിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്തൊരു തെങ്ങുണ്ട്, അതൊന്നും കരിക്ക് വെട്ടി തന്നില്ല. അവര് ദൂരെ പോണേ എനിക്ക് കരിക്ക് വെട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിച്ചു, ഇവിടുന്ന് വെട്ടിയ അത് കുടിക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു, അത് കുടിച്ചാൽ എന്താ കുഴപ്പം? കുടിക്കാൻ പാടില്ല സാർ. അതെന്താണ്? ഈ തെങ്ങിന്റെ സ്റ്റെം ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ ഉള്ളിൽ എൻഡോസൾഫാൻ കിഴി കെട്ടി വെച്ചിരിക്കുന്നു. ആ തെങ്ങയില് ഒരു കാക്ക പോലും വന്നിരിക്കില്ല. കാക്കക്കറിയാം അവിടെ പോയിരുന്ന വിഷമാണെന്ന്. ആ കരിക്കാണ് അവർ വെട്ടി കേരളത്തിലേക്ക് വിടുന്നത്. മുല്ലപ്പെരിയാർ വിഷയം ഒരു ഡാമിന്റെ വിഷയം മാത്രമല്ല, നമ്മുടെ ഭക്ഷണത്തിന്റെ വിഷയമാണ്. ഇവിടുത്തെ സർക്കാർ അത്ര പുണ്യപ്പെട്ട സർക്കാരാണെങ്കിൽ 18ഓളം എൻട്രൻസ് ഉണ്ട് കേരളത്തിലേക്ക്. നമ്മളെ വാളയാർ ചെക്ക് പോസ്റ്റ് പോലെ അല്ലാതെ എൻട്രൻസ് ഉണ്ട്. അതെല്ലാം പോട്ടെ, ചെക്ക് പോസ്റ്റിലെങ്കിലും അവിടെ നിന്ന് വരുന്ന സാധനം വെളിച്ചെണ്ണ കരിയോയിലും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒറിജിനൽ വെളിച്ചെണ്ണേക്കാളും ടേസ്റ്റുള്ള വെളിച്ചെണ്ണയാണ് ഈ കരിയോയിൽ വെളിച്ചെണ്ണ. അത് നമ്മുടെ ചങ്കും കരളും തകർക്കും. ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇല്ലാത്ത രോഗങ്ങളില്ല. മലയാളികൾക്കുള്ള ഇല്ലാത്ത രോഗങ്ങളുണ്ടോ? പേരറിയാൻ പാടില്ല പല രോഗത്തിനും. എന്തൊക്കെ രോഗം ഉണ്ട് അവിടെ നിന്ന് പറയാൻ പറ്റുന്നില്ല, ഡോക്ടേഴ്സിന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു കാരണം മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. അവിടുന്ന് വരുന്ന വണ്ടികൾ ഇവർ തടയില്ല, പരിശോധിക്കില്ല, വിഷമുണ്ടെങ്കിൽ തിരിച്ചയക്കില്ല. അങ്ങനെ എങ്ങാനും ചെയ്താൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിങ്ങൾ വാങ്ങിച്ച പൈസ എടുത്തു വെച്ചിട്ട് ഞങ്ങളുടെ വണ്ടി തടയാൻ അവർ പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഇവിടെ ലാബുകൾ സജ്ജീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു മുഖ്യമന്ത്രിയുടെ കാലത്ത്. ആ ലാബൊക്കെ അവർ എടുത്ത് ദൂരെ കളഞ്ഞു. ഞങ്ങളുടെ വണ്ടി തടയണമെങ്കിൽ നിങ്ങൾ മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറഞ്ഞ് മേടിച്ച് പോക്കറ്റിൽ വെച്ചങ്ങനെ പൈസ ഇങ്ങോട്ട് തന്നിട്ട് തടയാൻ പറഞ്ഞു. അപ്പം നമുക്ക് നല്ല ഭക്ഷണം പോലും ഈ ഡാം കാരണം കിട്ടുന്നില്ല. നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല.
അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി പാല് കൊടുക്കുന്നത് വിഷമാണെന്ന് തിരിച്ചറിഞ്ഞ ആ അമ്മയുടെ ഒരു വിചാരം എന്തായിരിക്കും? സഹിക്കാൻ പറ്റുമോ? സ്വന്തം കുഞ്ഞിന് ഞാൻ ഈ പാല് കൊടുക്കുന്നത് പാലിൽ മുഴുവൻ വിഷമാണ്, ഒരു ലാബിൽ വിടണം, ഇത് ഈ സാധനങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ തന്നെ വല്ല പ്രൈവറ്റ് ലാബിലും വിട്ടിട്ട് നോക്കണം. നമുക്ക് എന്തെങ്കിലും തിന്നാൻ പറ്റുമോ? ഇറച്ചി തിന്നാൻ പറ്റുമോ? മീൻ തിന്നാൻ പറ്റുമോ? പാല് കുടിക്കാൻ പറ്റുമോ? ഒരു ആപ്പിൾ പോലും കഴിക്കാൻ പറ്റുമോ? നമ്മൾ ഇതെല്ലാം ഈ മുല്ലപ്പെരിയാറുമായിട്ട് തന്നെ എല്ലാത്തിനും ബന്ധമുണ്ട്. ഇത് അടിമത്താണെന്ന് ഈ ജനങ്ങൾ മനസ്സിലാക്കണം. സമ്പൂർണമായ കേരളത്തിന്റെ അടിമത്തമാണ്. ഇനി ഇത് പൊട്ടി തകർന്ന് നമ്മൾ ചത്തു കഴിയുമ്പോൾ എല്ലാം സമാധാനമാവും. ഇത് ഒരു പ്രകൃതിക്കൊരു ഇക്വിലിബ്രിയം ഉണ്ട്. നമ്മളിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡാംസ് ഒക്കെ ഉണ്ടാക്കി വെച്ച്, ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം തന്നെ 64 സ്ക്വയർ കിലോമീറ്റർ വനമാണ് വെള്ളത്തിന്റെ അടിയിലായത്. അങ്ങനെ 84 ഡാംസ് ഉണ്ടാക്കി വെക്കും. എന്തുമാത്രം വനങ്ങൾ, എന്തുമാത്രം ജീവികൾ, കാണുന്നതും കാണാത്തതുമായ എത്രമാത്രം ജീവികൾ നശിച്ചുപോയി. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത് ക്വേക്സ് ഉണ്ടാകും. അപ്പൊ പ്രകൃതിയുടെ ഒരു ഇക്വിലിബ്രിയം തകർത്തു നമ്മൾ കേരളത്തിലെ സർക്കാരുകൾ. രാജഭരണം കഴിഞ്ഞ് കേരളം കൊണ്ട് നടന്ന സർക്കാരുകൾ അതെല്ലാം ചെയ്തത്. അപ്പൊ ഇവിടുത്തെ ഒരു ഇക്വിലിബ്രിയം പോയി. ഇക്വിലിബ്രിയം പോകുമ്പോൾ എന്ത് ചെയ്യും? പ്രകൃതിക്കൊരു സ്വഭാവമുണ്ട്. പ്രകൃതിയുടെ ഒരു ഇക്വിലിബ്രിയം തകർക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിച്ചെടുക്കണം. അതിന് പ്രകൃതി എന്ത് ചെയ്യും? ഈ ഇക്വിലിബ്രിയം തകർത്ത ആൾക്കാരെ ഇവിടുന്ന് റിമൂവ് ചെയ്യും. അത് മുല്ലപ്പെരിയാർ ഡാം തകർന്നോ ഭൂകമ്പം മൂലമോ ആകാം. ഞാൻ വൈറ്റിലെ എപ്പിസെന്റർ എന്ന് പറഞ്ഞില്ലേ, ആകാം. നമ്മളെ ഇവിടുന്ന് മാറ്റാൻ പ്രകൃതി റെഡിയാണ്. എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ സത്യസന്ധമായി ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് ദൈവം പിടിച്ചു നിർത്തിയേക്കണമെന്ന് പല ആളുകളും പറയുന്നുണ്ട്. പല ആളുകൾ എന്ന് വെച്ചാൽ ഈ KSEBയിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ടോപ്പ് എഞ്ചിനീയേഴ്സാ പറയണേ ഈ ഡാം അവിടെ നിൽക്കുന്നത് അതിശയാണെന്നാ പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാം അവിടെ നിൽക്കുന്നത് അതിശയം. അങ്ങനെ നിൽക്കാനുള്ള കാര്യം റസൽ ഇങ്ങനെ ഹോണസ്റ്റ് ആയിട്ട് കേസും ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്നതാന്ന് പറയും. അത് എനിക്കും വിശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി തിരിച്ചടിക്കേണ്ടതാണ് നീതി. ഇത്ര പ്രകൃതിയെ ദ്രോഹിച്ച ഒരു സ്റ്റേറ്റിനെ വെച്ചുകൊണ്ടിരിക്കലല്ല നീതി, തിരിച്ചടിക്കൽ തന്നെയാണ്. അപ്പം അത് സംഭവിക്കാതിരിക്കണം. ഇപ്പം ഗവൺമെന്റ് കൂടെ നിൽക്കണം. ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. ഈ ഞായറാഴ്ച മുഖ്യമന്ത്രി ആലുവയിൽ വെച്ച് കാണാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് മെയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കാണുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ കുറെ കർഷക നേതാക്കന്മാരും പൗരപ്രമുഖരും ചേർന്ന് വിജയുടെ അടുത്തും ഒരു അപ്പോയിന്റ്മെന്റ് തരമാക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജയം കാണും. ഇപ്പൊ രണ്ട് മുഖ്യമന്ത്രിമാരെയും ഈ വിഷയം പറഞ്ഞ് ധരിപ്പിക്കും. ഒരു എമിക്കബിൾ സെറ്റിൽമെന്റ് വേണം. പഴയ കാലത്ത് കാശ് മേടിച്ചതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയും 4 കോടി ജനങ്ങളുടെ വിഷയമാണ്. കാശ് മേടിച്ചതൊക്കെ മറക്കി പോട്ടെ, അതൊക്കെ പോട്ടെ, അഴിമതി നടത്തിയതൊക്കെ പോട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇപ്പം 1970 ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അന്നാണ് ഈ മുല്ലപ്പെരിയാർ കരാറ് പുതുക്കി കൊടുത്തത്. അന്ന് CPI എന്ന് പറയുന്ന പാർട്ടിയുടെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ED ഒക്കെ കിടന്ന് ഓരോരുത്തരെ ഇതാക്കണ്ടല്ലോ. CPI എന്ന് പറയുന്ന പാർട്ടിയുടെ അക്കൗണ്ട് 1970 അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എങ്ങനെ കല്യാണ സുന്ദരം എന്ന് പറയുന്ന ഒരു MB CPIക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടായി എന്ന് ചിന്തിച്ചാലും കാര്യങ്ങൾ മനസ്സിലാവും. അതൊക്കെ ഇനി അതിന്റെ പുറകെയൊന്നും പോകണ്ട. നമുക്ക് രക്ഷപ്പെടണ്ടേ? നമുക്ക് രക്ഷപ്പെടണം. രാഷ്ട്രീയക്കാർ കാശ് മേടിച്ചു, അയാൾ മേടിച്ചു, ഇയാൾ മേടിച്ചു എന്നും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. ഇതെല്ലാം തമിഴന്മാര് പറയണതാണ്. അഡ്വക്കേറ്റ് റസൽ ജോയി പറയണമെന്നല്ല, അവർ വിത്ത് എവിഡൻസ് പറയാണ്. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വിമ്മിഷ്ടമല്ലേ? ആ വിമ്മിഷ്ടമാണ് ഈ തമിഴന്മാർക്ക്. അവർ പറഞ്ഞല്ലോ എന്നോട്, ഇന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ട്, ഇന്ന ആൾക്ക് 500 ഏക്കർ കൊടുത്തിട്ടുണ്ട്, ഇന്ന ആളെ ഗവർണറാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവര് പറയുന്നതാണ്. അതിലേക്കൊന്നും നമ്മൾ ഇനി പോകണ്ട. നമുക്ക് രക്ഷപ്പെടണം. അപ്പൊ ഇപ്പോ ഗവൺമെന്റ് ചെയ്യുന്ന വെച്ചാൽ എന്റെ കേസ് ഉടനെ വരും. ആ കേസിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് തന്നെ കേരള ഗവൺമെന്റ് പറയണം. തമിഴ്നാട്ടിലെ വെള്ളത്തിന്റെ കാര്യം ശ്രീ വിജയ് പറഞ്ഞോളും. ഇവരെന്തിനാ അത് പറയാൻ നടക്കുന്നത്? അവർക്ക് വെള്ളം വേണമെങ്കിൽ ആലുവ പുഴയെന്ന് വരെ കൊണ്ടുപോകാനുള്ള രീതിയിൽ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് കുഴല് വെച്ച് കൊടുക്കണോ, ടണല് വെച്ച് കൊടുക്കണോ എന്നുള്ളതൊക്കെ വിജയാണ് പറയേണ്ടത്. അത് സുപ്രീം കോടതി ജഡ്ജ്മെന്റിലുണ്ടെന്നാണ് ഇവര് പറയണേ. ഇവർക്ക് ഈ ജഡ്ജിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് അതാണ്, ഇത്രയും പ്രമുഖരായ ആൾക്കാർക്ക് ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വായിച്ച് മനസ്സിലാക്കാനുള്ള വിവരമില്ല. ഈ ടണൽ സിദ്ധാന്തം സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ വരാനുള്ള പ്രധാന കാരണം ശ്രീ KT തോമസ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്.
ഏതായാലും ആ ജഡ്ജ്മെന്റിൽ വന്നു. അത് ഡിഗ്രി ആയിട്ടല്ല വന്നേക്കണേ. ജഡ്ജ് ഒരു കോടതിയുടെ ഒരു തീരുമാനത്തിന് രണ്ടു വശമുണ്ട്. ഒന്ന് ജഡ്ജ്മെന്റ്, മറ്റൊന്ന് ഡിഗ്രി. അതിൽ ജഡ്ജ്മെന്റ് പോർഷനിൽ പറയുന്നത് പല കാര്യങ്ങളും ഓബിറ്റർ ഡിക്റ്റ എന്ന് പറയും. ഓബിറ്റർ ഡിക്റ്റ എന്ന് വെച്ചാൽ ഒരു ലാറ്റിൻ പദമാണ്, ടേമാണ്. അതിന്റെ പരിഭാഷ റിമാർക്സ് മെയ്ഡ് ഓൺ ദ വേ, പോയ വഴിക്ക് പറഞ്ഞ ഒരു അഭിപ്രായം. ഇതാണ്. അങ്ങനെ പോയ വഴിക്ക് പറഞ്ഞ ഒരു അഭിപ്രായം സുപ്രീം കോടതിയുടെ ആയിട്ട് അവിടെ ജഡ്ജ്മെന്റിൽ വന്നിട്ടുണ്ട്. അതാണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ വിവരദോഷികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അന്ന് ആ സുപ്രീം കോടതി ആ ടണൽ സിദ്ധാന്തം ആക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതൊരു നിർദ്ദേശമായിട്ട് പരിഗണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിർദ്ദേശം തമിഴ്നാടിനോട് പഠിക്കാൻ പറഞ്ഞു. പഠിച്ചിട്ട് അത് വയബിൾ ആണെങ്കിൽ അത് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ 1 വർഷം കൊടുത്തു. 1 വർഷം കഴിഞ്ഞ് തമിഴ്നാട് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഡാമിലെ ജലനിരപ്പ് എങ്ങാനും കുറച്ച് അപ്പം തന്നെ ഡാം വീഴും. ആ ഭാഗത്തേക്ക് തമിഴ്നാട് തിരിഞ്ഞു നോക്കിയില്ല. ജലനിരപ്പിട്ട് കുറയ്ക്കാനും പോയില്ല, ടണലും ഉണ്ടാക്കാനും പോയില്ല, ഒന്നുമില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ഓബിറ്റർ ഡിക്റ്റ ആണെങ്കിൽ പോലും അതിന്റെ ഒരു സാങ്ക്ടിറ്റി പോയി. അതും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടക്കണേ, ടണൽ വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സൊല്യൂഷനാ പറയേണ്ടത്. ഇവര് സ്വന്തം മക്കളുടെ ജീവന്റെ സുരക്ഷിതത്വമല്ല പറയണേ, ടണൽ വെച്ച് തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കാനുള്ള കാര്യമാണ് പറയുന്നത്. ഇത് പൊളിച്ചു കളയാൻ പറയാനുള്ള ആർജവം വേണ്ടേ ഒരാൾക്കെങ്കിലും? ഒരു എം പി പറയട്ടെ, നമ്മുടെ ഒരു എം പി പോയിട്ട് പാർലമെന്റിൽ ആണത്തോണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, മുല്ലപ്പെരിയാർ ഡാം 130 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ആ ഡാം വേണ്ട, പൊളിച്ചു കളയണമെന്ന് പറയാൻ, പാർലമെന്റിൽ അവതരിപ്പിക്കാൻ, പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു എം പി നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു MLA സംസ്ഥാന നിയമസഭയിൽ പറയുന്നത്? ഒരു ബില്ല് കൊണ്ടുവരുമോ? മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു തേക്കണം കേരള നാട്ടിൽ നിന്ന്, അതിനുവേണ്ട നടപടികൾ ഗവൺമെന്റ് ഓഫ് കേരള എടുക്കണം, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോടായിട്ട് സംസാരിച്ച് ഒരു എമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സാങ്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേരള ഗവൺമെന്റ് ചെയ്യണം. ട്രംപിന്റെ അടുത്ത് പറഞ്ഞുകൂടെ? 4 കോടി ജനങ്ങൾ ചാകാൻ പോകുന്ന ഒരു സാധനം ഞങ്ങളുടെ തലയ്ക്ക് പോലെ നിൽക്കുന്നു, നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറയണം. നമ്മുടെ പ്രധാനമന്ത്രി ഇടപെട്ടിട്ടില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോലും പറയാനുള്ള ധൈര്യം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ടോ? ഒരു MLA ഉണ്ടോ? ഒരു MP ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഒരു MP ഉണ്ട്. ഒരു MP എന്നോട് പറഞ്ഞ് റസലിനെ ഞാൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോവാം മുല്ലപ്പെരിയാർ വിഷയം പറയാൻ വേണ്ടിയിട്ട്. ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞ കേട്ടോ, അദ്ദേഹത്തിന് ഇതിൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു താല്പര്യമുണ്ട്, പരിഹരിക്കപ്പെടണമെന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ്, ആദ്യം താങ്കൾ പോയി പറ, താങ്കൾ പാർലമെന്റിലുള്ള ആളല്ലേ, താങ്കൾ പോയി പറ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിശയായി. പ്രധാനമന്ത്രിയുടെ അടുത്ത് ഈ വിഷയം പറയാൻ വേണ്ടി ഉള്ള സൗകര്യം ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കുന്നില്ല. പുള്ളിക്ക് ഭയങ്കര അതിശയം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി ആദ്യം പറയേ. അങ്ങനെ ആ വെല്ലുവിളി പുള്ളി ഏറ്റെടുത്ത്, പുള്ളിക്കൊന്നും ഓടിയൊന്നും കയറി ചെല്ലാൻ പറ്റൂല പ്രധാനമന്ത്രിയുടെ അടുത്ത്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അദ്ദേഹം ഇത് സൂചിപ്പിച്ച്, പ്രധാനമന്ത്രിയുടെ മറുപടി ഇങ്ങനെ പറഞ്ഞു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ കാര്യം പറഞ്ഞുകൊണ്ട് മേലാലും ഇങ്ങോട്ട് വരരുത്. അതെന്തുകൊണ്ട്? അത് ചിന്തിക്കണം എന്ന്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള വൈമുഖ്യം എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ പുള്ളിക്ക് അതിശയം. പ്രധാനമന്ത്രിയുടെ റിപ്ലൈ ഞാൻ നേരത്തെ എങ്ങനെ മനസ്സിലാക്കി, അതാണ് പുള്ളിയുടെ അത്ഭുതം. ഞാൻ പറഞ്ഞ്, ഞാൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകുന്നുണ്ട്, എന്നെ ആരും തള്ളിക്കയറ്റി വിടണ്ട, ഞാൻ പൊയ്ക്കോളാം. അതിന് സമയമാവുമ്പോൾ, സന്ദർഭമാവുമ്പോൾ ഞാൻ പൊയ്ക്കോളാം. ഞാൻ ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു മനുഷ്യന്റെ ജീവന് കോൺസ്റ്റിറ്റ്യൂഷൻ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് എനിക്കറിയാം. എത്രമാത്രം പ്രാധാന്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊടുക്കേണ്ടതാണെന്നും അറിയാം. ഇന്ത്യയില് നിയമവാഴ്ചയുണ്ട്, റൂൾ ഓഫ് ലോ. പ്രധാനമന്ത്രിയും നിയമത്തിന്റെ താഴെയാണ്, ഇന്ത്യയുടെ പ്രസിഡന്റും നിയമത്തിന്റെ താഴെയാണ്. അതുകൊണ്ട് എപ്പോ എങ്ങനെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകണമെന്ന് എനിക്കറിയാം, ഞാൻ പോയിരിക്കും. പക്ഷെ ഇപ്പൊ അതിന്റെ സമയമായിട്ടില്ല. ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് വേണ്ടേ പോകാൻ, അത്രേ ഉള്ളൂ. പോകും. അതുവരെ ദൈവം പിടിച്ചു നിർത്തട്ടെ, താങ്ങും.